എന്തൊരു സുഖമാണ് അവർക്ക്. ശതകോടി കള്ളന്മാരായിട്ടുള്ള വിജയ് മല്യമാർക്ക് അവർ സുഖിക്കുകയാണ്. നിസ്സാര ലോൺ എടുത്ത സാധാരണ പൗരന്മാർ നരകിക്കുന്നു. വൻകിട സാമ്പത്തിക കുറ്റവാളികളുടെ കൊള്ള, രാജ്യം വിട്ട വൻകിടക്കാർ വരുത്തിയ നഷ്ടക്കണക്ക്, പൊതുഖജനാവിന് വരുത്തിയ നഷ്ടം 58,000 കോടി. സാമ്പത്തിക കുറ്റവാളികൾക്ക് സുഖജീവിതം, നികുതി അടയ്ക്കാൻ സാധാരണ ജനവും. കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയെ കാർന്നു തിന്നുന്ന ഒരു വലിയ ദുരന്തം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ. ഒരു സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ പണമാണ് പൊതുഖജനാവിലുള്ളത്. എന്നാൽ ഈ ഖജനാവിനെ കൊള്ളയടിച്ച് നിയമത്തെ നോക്കുകുത്തിയാക്കി വിലസുന്ന ഒരു പറ്റം വൻകിടക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം ലോക്സഭയിൽ വെളിപ്പെടുത്തിയ ചില കണക്കുകളുണ്ട്. ആ കണക്കുകൾ കേട്ടാൽ, ആ കണക്കുകൾ വായിച്ചാൽ സത്യത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാം ചോര തിളയ്ക്കും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തി രാജ്യം വിട്ട 15ഓളം വൻകിടക്കാർ നമ്മുടെ പൊതുഖജനാവിനുണ്ടാക്കിയ മൊത്തം നഷ്ടം, ആ നഷ്ടത്തിൻ്റെ തുക കേൾക്കണം, 58,000 കോടി രൂപയിലധികം. പലിശയും മുതലുമായിട്ട് 58,082 കോടി രൂപ. ഈ തുകയിൽ ആസ്തി പിടിച്ചെടുത്തും മറ്റുമായിട്ട് സർക്കാർ വസൂലാക്കിയത് 19,187 കോടി രൂപ മാത്രമാണ്. അതായത് ഏകദേശം 38,895 കോടി രൂപ ഇപ്പോഴും നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾക്ക് കിട്ടാനുണ്ട്. അത് നൽകേണ്ടവർ വിദേശ രാജ്യങ്ങളിൽ സുഖജീവിതം നയിക്കുന്നു, ആഡംബര ജീവിതം നയിക്കുന്നു, നീന്തൽക്കുളങ്ങളിൽ സുന്ദരിമാർക്കൊപ്പം നീന്തി തിമർക്കുന്നു. കമൽഹാസൻ്റെ പ്രധാനപ്പെട്ട ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ 2ാം ഭാഗത്തിൽ ഇത്തരത്തിൽ ഈ വിജയ് മല്യയ്ക്ക് തുല്യനായിട്ടുള്ളൊരു കഥാപാത്രം നീന്തൽക്കുളത്തിൽ വിദേശ രാജ്യങ്ങളിൽ നീന്തി തുടിക്കുന്ന രംഗം പല പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീമമായ തുകയാണ് ഇവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാനുള്ളത്. ആരാണ് ഈ പണം നൽകേണ്ടത്? നീരവ് മോദിയും വിജയ് മല്യയും സന്ദേശര സഹോദരന്മാരും അടങ്ങുന്ന സാമ്പത്തിക കുറ്റവാളികളുടെ വലിയൊരു നിര. എന്നാൽ ഈ കണക്കുകളേക്കാൾ നമ്മെ അസ്വസ്ഥമാക്കുന്നത് മറ്റൊന്നാണ്. ഇത്രയും വലിയ കുറ്റകൃത്യം നടത്തി രാജ്യം വിട്ടവർക്കെതിരെ സർക്കാർ എടുക്കുന്ന നിസ്സംഗതയുടെയും അതേസമയം ഒരു സാധാരണക്കാരൻ്റെ ഒരു ചെറിയ വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾ കാണിക്കുന്ന കർശനമായ നടപടികൾക്കും ഇടയിലെ ഭീകരമായിട്ടുള്ള വൈരുദ്ധ്യം, ഒരു വിടവ്. ഒരു രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ ഇരട്ടത്താപ്പ് കാണിക്കുമ്പോൾ അത് സാധാരണ പൗരൻ്റെ വിശ്വാസത്തെയാണ് തകർക്കുന്നത്. വിജയ് മല്യയും നീരവ് മോദിയും എങ്ങനെയാണ് നമ്മുടെ ബാങ്കിങ് സംവിധാനത്തെ കബളിപ്പിച്ചിട്ട് വിദേശത്തേക്ക് പറഞ്ഞത്? ഈ ചോദ്യത്തിന് ഇന്നും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിച്ചിട്ടില്ല. വിജയ് മല്യ നോക്കുക, SBIക്ക് മാത്രം പലിശയടക്കം 11,960 കോടി രൂപ നൽകാനുണ്ട്. കിങ്ഫിഷർ എയർലൈൻസിനായിട്ട് എടുത്ത വായ്പകൾ, അത് തിരിച്ചടയ്ക്കാതെ മനഃപൂർവ്വം മുടക്കിയതുമെല്ലാം വെറും കച്ചവടത്തിലെ നഷ്ടം മാത്രമായിട്ട് കാണാൻ കഴിയില്ല. പലപ്പോഴും പത്രങ്ങളിൽ നമ്മൾ വായിക്കും, ടെലിവിഷൻ ചാനലുകൾ നമ്മൾ കാണും, എന്താണ് അവരുടെ കിട്ടാക്കടം എഴുതിത്തള്ളി എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ കിട്ടാക്കടം എഴുതിത്തള്ളി അവരെ സുഖജീവിതത്തിലേക്കും ആഡംബരത്തിലേക്കും നയിക്കുമ്പോൾ ഓരോ വിയർപ്പ് തുള്ളിയും ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന ശമ്പളത്തിൽ നിന്ന് നികുതി അടയ്ക്കുന്ന സാധാരണക്കാരുടെ മനസ്സിനകത്തുണ്ടാകുന്ന വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. നീരവ് മോദിയുടെ കാര്യം നോക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ PNBയിൽ നടന്നത് രാജ്യത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ ബാങ്കിങ് തട്ടിപ്പുകളിലൊന്നാണ്. 7,800 കോടി രൂപയുടെ തട്ടിപ്പ്. ആ തട്ടിപ്പിൽ 6,799 കോടി രൂപ ഈ ബാങ്കിൻ്റേതാണ്, PNBയുടേതാണ്. ലോൺ തിരിച്ചടവല്ല, മറിച്ച് വ്യാജരേഖകൾ ഉപയോഗിച്ച് നടത്തിയ കൊള്ളയാണ് അത്. ഇനി സന്ദേശര സഹോദരന്മാരെ കുറിച്ച് നോക്കുക. എണ്ണ വ്യവസായികളാണ് ഈ സന്ദേശര സഹോദരന്മാർ. എണ്ണ വ്യവസായികളായിട്ടുള്ള ഇവർ ബാങ്ക് ഓഫ് ഇന്ത്യ, SBI എന്നിവിടങ്ങളിൽ നിന്നായിട്ട് കോടികൾ വെട്ടിച്ചു. ഈ വൻകിടക്കാർ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ എത്രമാത്രം ദുർബലമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്തു. ഈ വൻകിടക്കാരും ഭരണകൂടവുമായിട്ടുള്ള ബന്ധം മറനീക്കി പൗരന്മാരുടെ മുമ്പിൽ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ സ്പോൺസർഷിപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഈ പറയുന്നവരിൽ നിന്ന് തുക സ്വീകരിച്ച വൻകിട രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഇവരിൽ നിന്ന് പണം സ്വീകരിക്കുന്നു, മറുവശത്ത് അവർ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല. അവർ രക്ഷപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കിട്ടാക്കടമായിട്ട് വ്യാഖ്യാനിക്കുകയും അതുകൂടി ഉൾപ്പെടുന്ന നികുതി ഭാരം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടും ഒരു സാധാരണക്കാരന് ലഭിക്കുന്നത് പോലുള്ള നിയമപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ അവരെ തേടി വരാതെ അവർ സുഖമായിട്ട് വിദേശത്ത് ആർഭാട ജീവിതം നയിക്കുന്നു. ഇനി സാധാരണക്കാരൻ്റെ കണ്ണീരിനും വൻകിടക്കാരൻ്റെ ആർഭാടത്തിനും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരുടെയും രോഷമാളി കത്തേണ്ടത്. ഇരട്ട നീതിയുടെ ഈ മുഖം വ്യക്തമായിട്ട് കാണണം. ഒരു സാധാരണക്കാരൻ കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാനോ, മകളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ പോകാനോ, ഒരു കൊച്ചു വീട് വെക്കാനോ ഒക്കെ വേണ്ടി 1 ലക്ഷം രൂപയുടെയോ 5 ലക്ഷം രൂപയുടെയോ ഒരു വായ്പ എടുക്കുന്നു എന്ന് കരുതുക.
കോവിഡ് പോലുള്ള ഒരു പ്രതിസന്ധി കാരണം ഒരു തവണയോ 2 തവണയോ തിരിച്ചടവ് മുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ആദ്യം ബാങ്കിൽ നിന്ന് ദയാരഹിതമായിട്ടുള്ള ഫോൺ വിളികൾ വരും. പിന്നീട് ഗുണ്ടായിസം കലർന്ന റിക്കവറി ഏജന്റുമാർ വീട്ടിൽ കയറി ഇറങ്ങും. അതിനുശേഷം ബാങ്ക് നോട്ടീസ് അയക്കും, ജപ്തി നടപടികളിലേക്ക് നീങ്ങും. പലപ്പോഴും ജപ്തി നോട്ടീസ് കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാധാരണക്കാരുടെ വാർത്തകൾ നമ്മൾ കേൾക്കുകയും ചെയ്യും. സർഫാസി നിയമമടക്കം രാജ്യത്തെ നിയമങ്ങൾ സാധാരണക്കാരുടെ കഴുത്തിന് കുരുക്കിടുന്ന രീതിയിൽ അതിശക്തമായിട്ട് പ്രയോഗിക്കപ്പെടുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വൻകിടക്കാരൻ 5,000 കോടി രൂപ 10,000 കോടി രൂപ വെട്ടിച്ച് രാജ്യം വിടുന്നു. എന്ത് സംഭവിക്കുന്നു? മാധ്യമങ്ങളിൽ കുറച്ച് ദിവസം വാർത്ത വരുന്നു, വിദേശത്ത് സുഖവാസ കേന്ദ്രങ്ങളിൽ അവർ ആഡംബര ജീവിതം നയിക്കുന്നു. ചിലപ്പോൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കിട്ടാക്കടമായിട്ട് എഴുത്തള്ളൽ പോലെയുള്ള പ്രത്യേക പരിഗണനകൾ ലഭിക്കുന്നു. ഇവിടെയാണ് നിയമം ചോദ്യം ചെയ്യപ്പെടുന്നത്. ബാങ്കുകൾ ആരുടേതാണ്? ജനങ്ങളുടെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണവ. ആ പണം കൊള്ളയടിക്കുമ്പോൾ രാജ്യദ്രോഹത്തിൻ്റെ പരിഗണനയല്ലേ അവർക്ക് നൽകേണ്ടത്? സാധാരണക്കാരുടെ നേരെ വാളോങ്ങുന്ന ഭരണകൂടവും ബാങ്കിംഗ് സംവിധാനവും വൻകിടക്കാരുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? സർക്കാർ കണക്ക് അവതരിപ്പിച്ചപ്പോഴും ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. ഈ പൈസയുടെ കണക്കുകൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. കിട്ടാക്കടം എഴുത്തള്ളലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എത്ര കോടി രൂപയുടെ കിട്ടാക്കടമാണ് ബാങ്കുകൾ എഴുത്തള്ളിയത്? ഈ എഴുത്തള്ളിയ തുകയുടെ ഭൂരിപക്ഷവും കോർപ്പറേറ്റുകൾക്ക് നൽകിയ വായ്പകളാണ്. ഇത്രയും വലിയ തുകകൾ വായ്പയായിട്ട് നൽകുമ്പോൾ പാലിക്കേണ്ട നിയമപരമായിട്ടുള്ള ജാഗ്രതകൾ ബാങ്കുകൾ പാലിച്ചോ? അതോ രാഷ്ട്രീയമായോ മറ്റോ ഉള്ള ഉന്നത സ്വാധീനങ്ങളുടെ ഫലമായി യാതൊരു ഈടുമില്ലാതെ കോടികൾ ഒഴുക്കി കൊടുത്തതാണോ? ബാങ്കുകൾക്ക് സംഭവിച്ച ഈ വീഴ്ചയ്ക്കാരാണ് ഉത്തരവാദി? ഒരു ബാങ്ക് മാനേജരോ ഡയറക്ടർ ബോർഡോ അതോ റിസർവ് ബാങ്കോ? ഈ ചോദ്യങ്ങൾക്ക് ഇന്നും കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടികൾ എന്തൊക്കെയാണ് എന്ന് സർക്കാർ വെളിപ്പെടുത്തണം. ഈ വിഷയത്തിൽ ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ളൊരു വികാസമാണ് നേരത്തെ പറഞ്ഞ എണ്ണക്കമ്പനി ഉടമകളായിട്ടുള്ള സന്ദേശര സഹോദരന്മാരുടെ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി എന്ന് പറയുന്നത്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി, ആ വിധി ഇങ്ങനെയാണ്: ബാങ്കുകളിൽ നിന്ന് ഇവർ തട്ടിയെടുത്ത 5,100 കോടി രൂപ ഒറ്റത്തവണയായിട്ട് അടച്ചു തീർക്കുകയാണെങ്കിൽ സന്ദേശര സഹോദരന്മാർക്കെതിരായിട്ടുള്ള ക്രിമിനൽ നടപടികൾ നിർത്തിവെക്കണമെന്ന്. ഇതൊരു പ്രത്യേക പരിഗണന മാത്രമാണെന്നും നിയമപരമായിട്ടുള്ള കീഴ്വഴക്കമാകില്ല എന്നുമൊക്കെ വിധിന്യായത്തിൽ പറയുന്നുണ്ടെങ്കിലും നിയമവൃത്തങ്ങളിൽ ഈ വിധി വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയർത്തുകയാണ്. ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തിട്ടും ഒറ്റത്തവണ കൊണ്ട് ആ പണം തിരിച്ചടച്ചാൽ വെറുതെ വിടുന്നു. അപ്പോൾ ഒരു വ്യക്തി സാമ്പത്തിക കുറ്റകൃത്യം നടത്തി പൊതുപണം കവർന്നെടുക്കുമ്പോൾ പണം തിരികെ നൽകിയാൽ ആ കുറ്റമില്ലാതാകുമോ? സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. ഒരു കൊലപാതകിയോടുള്ള സമീപനം നഷ്ടപരിഹാരം നൽകിയാൽ കേസ് തീർപ്പാക്കാമെന്ന രീതിയിലാണോ? അല്ല. അതേപോലെ സാമ്പത്തിക തട്ടിപ്പ് നമ്മുടെ രാഷ്ട്രത്തോട് ചെയ്യുന്ന പൊറുക്കാനാവാത്ത ഒരു കുറ്റകൃത്യമായിട്ട് നാം കാണണം. ഈ വിധി വിജയ് മല്യ, അതേപോലെ നീരവ് മോദി ഉൾപ്പെടെയുള്ള ഇതര സാമ്പത്തിക കുറ്റവാളികൾക്ക് വലിയ രീതിയിലുള്ളൊരു പഴുതായിട്ട് മാറും. അവർക്ക് പണം റോൾ ചെയ്യാനുള്ള കഴിവുള്ളവരാണ്. അപ്പോൾ ഒരു രാജ്യത്തോട് വലിയ സാമ്പത്തികമായ കുറ്റകൃത്യം ചെയ്യുകയും അതിൻ്റെ നികുതി ഭാരം സാധാരണ പൗരന്മാരുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തതിന് ശേഷം മറ്റെവിടെ നിന്നെങ്കിലും റോൾ ചെയ്ത പണം കൊടുത്ത് ഒറ്റത്തവണ കൊണ്ട് തീർപ്പാക്കിയിട്ട് വീണ്ടും അവർ മാന്യന്മാരായിട്ട് നമ്മളുടെ ക്രിക്കറ്റിൻ്റെയൊക്കെ സ്പോൺസർമാരായിട്ട് വിളയാടുന്ന അവസ്ഥ വരുന്നത് ഏത് രീതിയിലാണ് സാധാരണ ജനത്തെ മാറ്റിമറിക്കുക എന്നത് പറയുന്നത് ഉചിതമല്ല. 58,000 കോടി രൂപയുടെ ബാധ്യതയുള്ളവർ ഈ വിധി ചൂണ്ടിക്കാണിച്ച് കിട്ടാനുള്ളൊരു തുകയുടെ ഒരു ഭാഗം അടച്ച് ക്രിമിനൽ നടപടികളിൽ നിന്ന് ഒഴിവ് തേടിയാൽ എന്ത് ചെയ്യും? ഈ പണം വെട്ടിച്ചതിലൂടെ അവർ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും കഷ്ടപ്പെടുന്ന പൗരന്മാർക്കും ബാങ്കിങ് സംവിധാനത്തിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ദ്രോഹം അത് പണമായിട്ട് തിരികെ നൽകിയാൽ അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ വിധി എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു മോശം സംസ്കാരത്തിന് ഇട നൽകുമോ എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കൂടുതൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇതൊക്കെ പ്രോത്സാഹനമാകില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ സാമ്പത്തിക കുറ്റവാളികളെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി 2018 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമായിട്ടുള്ള ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് അഥവാ FEOA അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. രാജ്യം വിട്ട സാമ്പത്തിക കുറ്റവാളികളെ തിരികെ കൊണ്ടുവരാനും അവരുടെ ആസ്തികൾ കണ്ടുകെട്ടാനുമായി രൂപീകരിച്ചൊരു നിയമമായിരുന്നു അത്. പക്ഷേ അതിൻ്റെ ഫലം എന്താണ് സംഭവിച്ചത്? ഈ നിയമം വന്ന ശേഷം എത്ര പേരെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു? വിരലിലെണ്ണാവുന്നവരെ മാത്രം. പ്രധാനികളായിട്ടുള്ള പലരും ഇപ്പോഴും വിദേശത്ത് തുടരുകയാണ്. അപ്പോൾ നിയമം കടലാസിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്നു, കുറ്റവാളികൾ ആർഭാട ജീവിതം നയിക്കുന്ന ഒരവസ്ഥ. സർക്കാർ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഈ നിയമം പര്യാപ്തമല്ല എന്ന് വ്യക്തമായിട്ടും ഭാവിയിൽ സാമ്പത്തിക കുറ്റവാളികൾ രാജ്യം വിടുന്നത് തടയാൻ പുതിയൊരു നയം രൂപവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് സർക്കാർ ലോക്സഭയിൽ അറിയിച്ചത്. ഇത് അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. ഒരു രോഗത്തിന് മരുന്നുണ്ടാക്കാതിരിക്കുന്നത് എന്തിനാണ്? രോഗം വന്നവരെ ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം രോഗം വരാതെ തടയുന്നതല്ലേ?
അപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും ഈ ഒരു രീതിയിലുള്ള സമീപനമാണ് നമ്മൾക്ക് വേണ്ടത്. വിദേശത്തേക്ക് പണം കടത്തുന്നതിനും നിക്ഷേപ ശൃംഖലകളിൽ പണം ഭദ്രമാക്കുന്നതിനും സാധിക്കാത്ത രീതിയിൽ മൂർച്ചയേറിയിട്ടുള്ള നിയമങ്ങൾ വേണം. അത് നിർഭയമായിട്ട് നടപ്പിലാക്കാനുള്ള ഭരണ സംവിധാനം വേണം. അല്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഓരോരോ ഇടങ്ങളിലേക്ക് എതിർ രാഷ്ട്രീയ കക്ഷികളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതിൽ മാത്രമാണോ ആക്ടിവിസം എന്നുള്ള ചോദ്യം വന്നേക്കാം. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക കൊള്ളകൾ പുതിയ സംഭവമല്ല എന്ന് നിലവിലിരിക്കുന്ന ഭരണകൂടത്തിന് പറയാൻ കഴിയും. തീർച്ചയായിട്ടും അത് ഹർഷദ് മേത്തയുടെ തട്ടിപ്പുണ്ട്, 90കളിൽ ഓഹരി വിപണിയിൽ നടന്ന വൻ തട്ടിപ്പ്. കേതൻ പരേഖ് തട്ടിപ്പുണ്ട്, 2000ന്റെ തുടക്കത്തിൽ നടന്ന മറ്റൊരു വലിയ സാമ്പത്തിക തട്ടിപ്പ്. പിന്നെ സത്യം കമ്പ്യൂട്ടേഴ്സ് തട്ടിപ്പുണ്ട്. കോർപ്പറേറ്റ് തട്ടിപ്പുകൾക്ക് ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ഈ ഓരോ വലിയ സാമ്പത്തിക കുറ്റകൃത്യം നടക്കുമ്പോഴും സർക്കാർ പുതിയ നിയമങ്ങളോ നിയമ ഭേദഗതികളോ കൊണ്ടുവരുന്നു. കുറച്ചു കാലം ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവും. പിന്നീട് നിയമത്തിലെ പഴുതുകളും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ കാരണം ഈ കേസുകളെല്ലാം മന്ദഗതിയിലായിട്ട് പോകും. അവസാനം കുറ്റവാളി നിയമത്തിന്റെ പിടിയിൽ നിന്ന് വഴുതി മാറുന്നു. ഈ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ അനുവദിക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന് അറുതി വരുത്താൻ ആവശ്യമായിട്ടുള്ള ചില കർശനമായ നിർദ്ദേശങ്ങൾ നാം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് FEOA എന്ന് പറയുന്ന നിയമത്തിലെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൂടുതൽ ശക്തമായിട്ടൊരു നിയമം ഉടൻ കൊണ്ടുവരണം. സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്ന രീതിയിൽ നിയമങ്ങൾ ശക്തമാക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ കുറഞ്ഞത് കഠിനമായിട്ടുള്ള ജീവപര്യന്തം തടവോ വഞ്ചിക്കപ്പെട്ട പൗരന്മാർക്ക് നഷ്ടപരിഹാരം നൽകാനായിട്ട് കുറ്റവാളിയുടെ തലമുറകളോളം നീളുന്ന ആസ്തി കണ്ടുകെട്ടലോ ഒക്കെ സാധ്യമാക്കണം. ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ വേണം. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കോടതികളും വിദേശത്തേക്ക് കടന്ന കേസുകൾ അതിവേഗം തീർപ്പാക്കാൻ പ്രത്യേക ബെഞ്ചുകളും സ്ഥാപിക്കണം. ഒപ്പം നീതിന്യായ വ്യവസ്ഥയിലെ കാലതാമസം ഈ കുറ്റവാളികൾക്ക് അനുകൂലമാകരുത്. രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി കൂടി വേണ്ടതുണ്ട്. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടുന്നതിലും അവരുടെ ആസ്തി കണ്ടുകെട്ടുന്നതിലും അവരെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുന്നതിലും കേന്ദ്ര ഏജൻസികൾക്ക് രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകണം. ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവണം. വൻകിട വായ്പകൾക്ക് കർശനമായിട്ടുള്ള ഈടുകൾ ഉറപ്പുവരുത്തണം. 500 കോടി രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ വായ്പകൾക്കും ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വ്യക്തിഗത ഉത്തരവാദിത്തം നിയമപരമായിട്ട് ഉറപ്പുവരുത്തണം. സാധാരണക്കാർക്ക് ആശ്വാസമാവുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ. വൻകിടക്കാർക്ക് നൽകുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതികൾ സാധാരണക്കാർക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും ഉദാരമായിട്ട് നൽകാവുന്ന സമീപനം ഉണ്ടാവുമോ? നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പലപ്പോഴും എലൈറ്റ് ക്രൈം എന്ന ഗണത്തിലാണ് വരുന്നത്. സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ളവർ അധികാരം ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ. അവർക്ക് അതിൻ്റെ പഴുതുകളും അറിയാം നിയമപരമായിട്ട്. അവർക്ക് വേണ്ടി വാദിക്കാൻ ഏറ്റവും മികച്ച അഭിഭാഷകരുണ്ട്. സ്വാധീനം ചെലുത്താനുള്ള ശേഷിയുണ്ട്. അതിനെ തകർക്കേണ്ടതുണ്ട്. അതല്ലാതെ സാധാരണക്കാരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന ലോണിൽ ഒരു പിഴവ് വരുമ്പോൾ അവരെ കൂട്ടം ചേർന്ന് ജപ്തിയിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ തുടരുകയും മറ്റുള്ളവർ സുഖലോലുപരായിട്ട് തുടരുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ പൊതുസമൂഹത്തിൽ സാധാരണക്കാരിൽ വിമതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. നമസ്കാരം.